ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ലോങ് ടെയിൽ ഹെയർ ബോയ് ആണ്. ഒത്തിരി എൻക്വയറീസ് വരുന്നതാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ സാറ്റിൻ മെറ്റീരിയലിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പലതരത്തിലുള്ള സാറ്റിൻ മെറ്റീരിയൽ ഉണ്ട്. സാറ്റിൻ മെറ്റീരിയൽ അത് 16 സെൻറ്റിമീറ്റർ നീളത്തിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നീളം വേണമെങ്കിൽ അത് കുറച്ചുകൂടെ വീതിയോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെഷർമെൻറ്റ് മാറ്റാം. അതിന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്യുക. നമ്മളിത് എടുക്കുമ്പോൾ അതിൻ്റെ അറ്റം ഇല്ലേ ഒന്ന് ആ സൈഡെല്ലാം ഒന്ന് ഉരുക്കിയെടുക്കുക. ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് മടക്കിയെടുത്താൽ മതി. ഈ എടുക്കുന്നതിലാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ വീതിയും നീളമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം. എന്നിട്ട് ഈ സൈഡിലെ ഈ ഫോൾഡിങ് ഇതുപോലെ ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ട് അറ്റം കണ്ടില്ലേ ബാക്കിലോട്ടാണ് മടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഒരു സൈഡിൽ ബാക്കിലോട്ടാണെങ്കിൽ അടുത്ത സൈഡ് അത് ബാക്കിലോട്ട് തന്നെ മടക്കിയെടുക്കണം. അപ്പോൾ ആ കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പ്രീമിയം സാറ്റിനാണ്. പ്രീമിയം സാറ്റിൻ കുറച്ച് നല്ല തിക്നെസ് ഉള്ളതാണ്. അത് കുറച്ചുകൂടെ ഭയങ്കര അട്രാക്റ്റീവാണ്. കുറച്ചുകൂടെ നല്ല തിളക്കമുള്ള ഒരു തുണിയാണ്. തിളക്കമല്ല, എല്ലാ സാറ്റിനും നല്ലതാണ്. കുറച്ചുകൂടെ ഇത് ഭയങ്കര നമ്മൾ പിടിക്കുന്ന ഇങ്ങനെ മടക്കിൽ നിൽക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രീമിയം സാറ്റിനാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ക്യാഷ് കൂടുതലാണ്. അതിനുശേഷം അതിൻ്റെ ആ ഒരു ലോങ് ടെയിലില്ലേ അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രത്തോളം നീളം ഇഷ്ടമാണോ അതുപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ സെൻറ്റർ നമുക്കൊന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കിയെടുക്കുക. ഇനി ഇങ്ങനെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ നീഡിലില്ലേ നമ്മുടെ സൂചി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. ഒന്നിങ്ങനെ തയ്ച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലൊന്ന് മടക്കിയെടുക്കുക. ഇതൊന്നും ഇല്ല, നമ്മളെ കൈ കൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തുണി ഞാൻ മോൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ബാലൻസ് വന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കുന്നത്. നമുക്കിതുപോലെ കട്ട് പീസുകളൊക്കെ വരുമ്പോൾ മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെയർ ബോ ചെയ്തെടുക്കാം. നോക്കി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ടൈ ചെയ്യുക. ഇനി ഇത് രണ്ടും ടൈ ചെയ്തതിന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നമ്മളൊന്ന് ഒരുമിച്ച് ടൈ ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് ഒന്ന് ടൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ ഒന്ന് ടൈ ചെയ്യുക. എന്നിട്ട് ഒരു പീസ് എടുത്ത് എക്സ്ട്രാ ഒരു പീസും കൂടെ എടുത്തിട്ട് സെൻറ്റർ ഒന്ന് മടക്കി നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആ ടൈ ചെയ്തിരിക്കുന്നതൊന്നും അറിയത്തില്ല, വൃത്തികേടുകളൊന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ള നൂലൊന്നും പുറത്ത് കാണില്ല. ഇതുപോലെ മൂന്നായിട്ടൊന്ന് മടക്കുക. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് റിബൺ വേണമെങ്കിൽ റിബൺ വെച്ചിട്ട് വേണമെങ്കിൽ ഈ സെൻറ്റർ ഒന്ന് കവർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക ഗോൾഡൻ കളർ ഗ്ലിറ്ററിൻ്റെ സ്റ്റോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും കവർ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇത് രണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം അതൊന്ന് ഒട്ടിച്ച് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആ സൈഡിലുള്ള നൂലുകളെല്ലാം ഇങ്ങനെ ഇളകി വരും. അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നോക്കി വളരെ ഈസി അല്ലേ, വളരെ ഈസിയാണ്, വളരെ ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമാണ് കേട്ടോ. എപ്പോഴും ഒത്തിരി എൻക്വയറി വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് ലോങ് ടെയിൽ ഹെയർ ബോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ സെൻറ്ററിലേക്ക് ഞാനൊരു പാച്ചസ് കൊടുത്ത് ബ്യൂട്ടിഫുള്ളാക്കി. അവിടെ നമുക്ക് ബീഡ്സ് മാത്രം വേണമെങ്കിൽ കൊടുക്കാം. പല രീതിയിൽ നമുക്കത് ചെയ്യാം. ബാക്ക് സൈഡിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് വയ്ക്കുമ്പോൾ എപ്പോഴും ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷിങ്. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് മടക്കി വെച്ചിരിക്കുന്ന ആ മടക്കുകളെല്ലാം കവറാവുകയും ചെയ്യും. അപ്പോൾ അതൊന്നും പുറത്ത് കാണത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്കത് ഫിനിഷ് ചെയ്ത് എടുക്കാം. പിന്നെ ഇത് പുറത്തോട്ട് എന്തെങ്കിലും കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഒരുക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര രസത്തിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ബ്ലാക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ജസ്റ്റ് ഒന്നെടുത്ത് ഉരുക്കുമ്പോൾ സൂക്ഷിക്കുന്ന സാറ്റിൻ തുണിയാണ്, പെട്ടെന്ന് ഡാമേജ് ആവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇനി അതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് എന്തൊക്കെ വേണോ നമുക്കത് ചെയ്യാം. നമുക്കതിൽ കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ട്, നെറ്റിൻ്റെ ആ ഫ്ലവർ കൊടുക്കാം സൈഡിൽ, അല്ലെങ്കിൽ കട്ട് ബീഡ്സ് കൊടുക്കാം, സ്റ്റോൺസ് കൊടുക്കാം. ഗോൾഡൻ ബീഡ്സ് മാത്രം ഒരു സൈഡിൽ എന്താ പറയുക ഗം അപ്ലൈ ചെയ്തിട്ട് പൂർണ്ണമായി ആ ഗോൾഡൻ ബീഡ്സിൽ ഡിപ്പ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളറുള്ള കട്ട് ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. ഇത് പല വെറൈറ്റി പല കളറിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനൊന്നും മെറ്റീരിയൽ ഒന്നും ആവശ്യം വേണ്ടി വരത്തില്ല. കാരണം നമ്മൾ എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ മേടിക്കുന്ന തുണികളുണ്ടാവുമല്ലോ, അതിൻ്റെ കട്ട് പീസുകളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ
നോക്കി ഞാൻ രണ്ട് സൈഡും ആ ബീഡ്സ് കൊടുത്ത് ഇങ്ങനെ ഞാൻ ചെയ്തു. എന്നിട്ട് സൈഡിലും എൻ്റെ ഗ്യാപ്പ് വിട്ട് ഇത് നമ്മളിങ്ങനെ നമുക്ക് ഒരു സൈഡിൽ മാത്രം വേണ്ട, ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ മനോഹരമാണ്, നോക്കിയേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അത്രയ്ക്ക് ഈസിയാണ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.